ഭാര്യയോ ഭർത്താവോ അമ്മയോ അമ്മായിയമ്മയോ അല്ലെങ്കിൽ മക്കളോ ആരുമായിക്കോട്ടെ, ഒരു പുതിയ റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ച് അടുക്കളയിൽ കുറച്ച് പണിപ്പെട്ട് നമുക്കൊരു പുതിയ ഐറ്റംസ് ഉണ്ടാക്കി തരികയാണ് കഴിക്കാൻ. നമ്മളത് മുഴുവനും കഴിച്ചു, എഴുന്നേറ്റ് പോയി. ഇതിനിടയിൽ ആ ഉണ്ടാക്കി തന്നതിനെ പറ്റി ഇത് അടിപൊളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കി, ഇതിലെന്തൊക്കെ ചേർത്തു എന്നുള്ള ഒരു വാക്കുപോലും ചോദിക്കാതെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി തന്ന ആളിൻ്റെ ആ സമയത്തെ ഒരു മനോനില നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇതിന് കഴിച്ച ആളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനിടയിൽ വില്ലനായിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരാളുണ്ടായിരുന്നു. അതാരെന്ന് നോക്കാം. വരൂ, നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോയുമായി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒറ്റയാൻ. എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, പ്ലീസ്. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമ്മുടെ വീടിനുള്ളിലെ ഇൻറ്റീരിയർ വർക്ക് നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് പരമാവധി മനോഹരമായി തന്നെ ചെയ്യാൻ നമ്മൾ എല്ലാ പേരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ വീടിനുള്ളിൽ എന്തൊക്കെ എവിടെയൊക്കെ വേണമെന്ന് ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്യാറുണ്ടല്ലോ. ഒപ്പം നമുക്കൊരു ഹാൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഹാളിനിടയിൽ ഒരു പാർട്ടീഷൻ കൊടുത്ത്, അതിന് ഉചിതമായ സ്ഥലത്ത് ഒരു പാർട്ടീഷൻ കൊടുത്ത് ലിവിങ് റൂമും ഡൈനിങ് റൂമും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതി ഇപ്പോഴുണ്ടല്ലോ. അങ്ങനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തു. ലിവിങ് റൂമും ഡൈനിങ് ഹാളും സെപ്പറേറ്റ് ആയി. പലയിടത്തും നമുക്ക് പ്രത്യേകിച്ചൊരു ടി വി യൂണിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ പാർട്ടീഷനോടൊപ്പം തന്നെ അതിൽ കൂടി ചേർത്ത് തന്നെ നമ്മൾ ടി വി ഫിറ്റ് ചെയ്യുന്ന, അതായത് പാർട്ടീഷൻ വിത്ത് ടി വി സ്റ്റാൻഡ്, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു റിവോൾവിംഗ് ടി വി യൂണിറ്റായിട്ട് ചെയ്യാറുണ്ട്, അല്ലേ? റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ഹാളിൽ ഇരിക്കുമ്പോഴും ടി വി കാണാം, അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ ഇരിക്കുമ്പോഴും നമുക്ക് ടി വി കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. നല്ലത് തന്നെ കാര്യം. പക്ഷേ പാശ്ചാത്യ നാടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമല്ലേ നമ്മളുടെ ഒരു ഡൈനിങ് സംസ്കാരം. പാശ്ചാത്യരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും കുറച്ച് സംസാരിക്കുന്നു, പിന്നെ സ്പൂണും പ്ലേറ്റും ഒക്കെ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം പോലും കേൾപ്പിക്കാതെയാണ് അവർ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. അവരെങ്ങനെയോ കഴിക്കട്ടെ, അല്ലേ? നമുക്കെന്താ, നമ്മുടെ വിഷയം ഇവിടെ അതല്ലല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു രീതിയല്ലല്ലോ. ചിലപ്പോൾ കുറഞ്ഞത് 4 പേര് കാണും, ഭാര്യയും ഭർത്താവും 2 മക്കളും, അല്ലെങ്കിൽ അച്ഛനമ്മമാരും കൂടെ കാണും. ചിലപ്പോൾ 4 6 പേര്. ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഡൈനിങ്ങിന് ചുറ്റും പരമാവധി ചെയർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാ പേരും കൂടി ഇരുന്ന് കഴിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. ആ സമയത്ത് എന്താ അവിടെ നടക്കുന്നത്? പരമാവധി നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചും ഒക്കെ, അല്ലേ? ചിലപ്പോൾ ചേട്ടൻ അനിയത്തിക്ക് പണി കൊടുക്കുന്നു, അത് നേരെ ചിലപ്പോൾ തിരിച്ചും ആകാം. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പരമാവധി എൻജോയ് ചെയ്ത് ഒരു അടിച്ചു പൊളിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയല്ലേ നമ്മുടെ വീടുകളിലുള്ളത്. അതങ്ങനെ തന്നെ നിൽക്കണം, അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ്. അപ്പോൾ ഇതിനിടയിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തെ പറ്റിയും നല്ല അഭിപ്രായങ്ങളും ഒക്കെ പറയാനും അത് എൻജോയ് ചെയ്ത് കഴിക്കാനും ഒക്കെ നമുക്ക് സമയം കിട്ടാറുണ്ട്, ശരിയല്ലേ? പക്ഷേ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ചിലപ്പോൾ ഇത് പലപ്പോഴും നടക്കാറില്ല പല വീടുകളിലും. കാരണം എല്ലാവരുടെയും കയ്യിൽ അവരവർക്കുള്ള മൊബൈൽ ഫോണും പിന്നെ അല്ലെങ്കിൽ ടി വി യൂണിറ്റ് നമ്മുടെ ഡൈനിങ്ങിലേക്ക് തിരിച്ചു വെച്ച് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ വെച്ച് അത് നോക്കുന്നു. ചിലപ്പോൾ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരാൾ റിമോട്ട് വാങ്ങുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം വയ്ക്കുന്നു. പിന്നെ അത് അവിടെ ഒരു തർക്കമായി പിണക്കമായി അങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ നമ്മുടെ വീടുകളിൽ? സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ക്രിക്കറ്റോ മറ്റോ നടക്കുകയാണെങ്കിൽ നമ്മൾ ആഹാരത്തിന് മുന്നിൽ ടി വിയും നോക്കി ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ ചിലവഴിക്കാറുണ്ട്, അല്ലേ? ഇതിനിടയിൽ നമ്മൾ കഴിക്കുന്ന പാത്രത്തിലേക്ക് ഒന്ന് നോക്കുവാനോ ഒന്നും നമ്മൾ മെനക്കെടാറില്ല. അതിലെന്തെങ്കിലും പ്രാണിയോ മറ്റോ വീണാൽ പോലും നമ്മൾ അറിയാറില്ല, ശരിയല്ലേ ഇതൊക്കെ? അങ്ങനെ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ഭക്ഷണം കഴിക്കുന്നു, ടി വിയും കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതിനിടയിൽ വളരെ ആസ്വദിച്ച് തന്നെയാവും നമ്മൾ, ടേസ്റ്റോടു കൂടി തന്നെയാവും ഈ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ നമ്മൾ ഇത് ഉണ്ടാക്കി തന്ന വ്യക്തിയെ ഒന്ന് പ്രശംസിക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ മറന്നിട്ടുണ്ടാവും, അല്ലേ? ഇതിന് കാരണക്കാരൻ ആരാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ റിവോൾവിംഗ് ടി വി യൂണിറ്റ്. നമ്മുടെ വീടുകളിൽ ആഡംബരത്തിന് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും
പരസ്പരം ഉള്ള സ്നേഹവും ഇഷ്ടങ്ങളും കൊടുത്തും വാങ്ങിയും ഉള്ള ജീവിതം ഒന്ന് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു കടമയല്ലേ. ഇനി ഞാൻ എൻ്റെ ജോലിക്കിടയിൽ ഏകദേശം ഒരു 1.5 വർഷം മുന്നേ ഉണ്ടായ 1-2 സംഭവങ്ങൾ ഞാൻ പറയാം. വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുമായിട്ട് വീട്ടുകാരോട് സംസാരിക്കുന്നതിനിടയിൽ 2 സ്ഥലങ്ങളിൽ വീട്ടമ്മമാർ എന്നോട് പറഞ്ഞു അവർക്ക് റിവോൾവിംഗ് ടി വി യൂണിറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് അത്യാവശ്യമാണോ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതല്ലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അതുകൊണ്ട് വേണമെന്നാണ് നമ്മളുടെ ഒരു ആഗ്രഹമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടു. അതിനുശേഷം ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അവരോട് ഒരു തമാശ കലർത്തി, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനൊരു തമാശ കലർത്തി അവരോട് പറഞ്ഞു, ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷം അവർ പറഞ്ഞു, ആ ഇതൊക്കെ ശരി തന്നെയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ അവർ എടുത്ത ഒരു തീരുമാനം ഈ റിവോൾവിംഗ് ടി വി യൂണിറ്റ് അവർക്ക് വേണ്ട എന്നുള്ളതായിരുന്നു. വേറൊരിടത്ത് റൊട്ടേറ്റിംഗ് ടി വി യൂണിറ്റുള്ള വീട്ടിലെ വീട്ടമ്മയുടെ പരാതി ഇങ്ങനെയായിരുന്നു. അച്ഛനും മക്കളും രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ടി വിയും നോക്കി കയ്യും ഉണങ്ങി പാത്രവും ഉണങ്ങി 2 മണിക്കൂർ അങ്ങനെ ഇരിക്കും. എനിക്ക് സമയത്ത് ജോലി തീർത്ത് പോയി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്നായിരുന്നു. ഒരു കണക്കിന് ആലോചിച്ചാൽ ഇതൊക്കെ ശരി തന്നെയല്ലേ. ഒരു കാലത്ത് നമുക്ക് ആവശ്യമെന്ന് തോന്നിയ ഒരു കാര്യം പിന്നീട് നമ്മുടെ സന്തോഷം കളയുന്ന ഒന്നായി മാറിയാൽ ആലോചിക്കും ഇത് ആവശ്യമാണോ എന്ന്. ഹാളിൽ ഇരുന്നാൽ മാത്രം ടി വി കാണുന്ന രീതിയിലാണെങ്കിൽ ടി വി പ്രോഗ്രാം കാണേണ്ടവർ പെട്ടെന്ന് ആഹാരം കഴിച്ച് എഴുന്നേറ്റ് പോകും. വീട്ടമ്മമാരുടെ ഇമാതിരിയുള്ള പരാതിയും നമുക്ക് കേൾക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാ പേർക്കും മൊബൈലുണ്ട്, അത് വേറൊരു കാര്യം. ഒരു സമയത്ത് നമുക്ക് ആവശ്യം എന്ന് തോന്നിയ ഒരു കാര്യം പിന്നീട് നമ്മുടെ സന്തോഷം കളയുന്ന ഒന്നായി മാറിയാലോ. അതുകൊണ്ട് ചിന്തിച്ച് നല്ലതുപോലെ ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കും. ഇതിനിടയിൽ മറ്റൊരു കാര്യം, എൻ്റെ ജോലിയുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഞാൻ ഈ റൊട്ടേറ്റിംഗ് ടി വി യൂണിറ്റിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കറിയില്ല, എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതിന്. ജോലി തിരക്കുമായി ബന്ധപ്പെട്ട് 2 ദിവസമായിട്ടാണ് ഈ ചെറിയ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഏറ്റവും നല്ലത് തന്നെയായിരിക്കുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും വണക്കം.